Good evening, dear students. Today we are going to start our English lessons. ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഏകദേശം നമുക്ക് 16-17 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻ അസ്ട്രോളജേഴ്സ് ഡേ എന്നാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പൊതുവെ എല്ലാവർക്കും പാടാണ്. എല്ലാവരും അതിനെ ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നമുക്കിത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുവാനും എളുപ്പത്തിൽ എക്സാം എഴുതാനും എല്ലാം സാധിക്കും. നമ്മൾ ആ ഒരു ഇംഗ്ലീഷിനെ നമ്മളൊരു പാടായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടൊരു സബ്ജക്റ്റായിട്ട് കാണാതിരുന്നാൽ മാത്രം മതി. സോ വി ആർ മൂവിങ് ടു ദ ലെസൺ ആൻ അസ്ട്രോളജേഴ്സ് ഡേ റിട്ടേൺ ബൈ R.K. നാരായൺ. R.K. നാരായൺ എഴുതിയ ആൻ അസ്ട്രോളജേഴ്സ് ഡേ എന്ന ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ചെറുകഥയാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. R.K. നാരായൺ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. ആൻ അസ്ട്രോളജേഴ്സ് ഡേ R.K. നാരായൺ എഴുതിയ ഒരു ചെറുകഥയാണ്. ഈ ചെറുകഥയിൽ പ്രധാനമായിട്ടും ഉള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ജ്യോത്സ്യനും അതുപോലെ തന്നെ ഗുരുനായിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണ്. ജ്യോത്സ്യനും അതുപോലെ തന്നെ ഗുരുനായിക്. An Astrologer's Day by R.K. Narayan tells the story of a man who unexpectedly takes up the profession of astrology in a busy market street in a South Indian town. Each day he sets up under a tamarind tree with a display of mystic items, attracting customers with his appearance and vague predictions. Though he lacks true astrological knowledge, he impresses people with sharp observation and clever guessing. One evening, a mysterious man challenges him, asking specific questions about his future. Initially hesitant, the astrologer soon recognized the stranger as Guru Naik, the man he once tried to kill during a brawl in his village, prompting him to flee and start a new life. Fearing exposure, the astrologer cleverly convinces Guru Naik that the man he seeks is already dead, crushed under a lorry, and argues him to return home and never travel south. Guru Naik, satisfied, leaves without recognizing him. The astrologer returns home, revealing to his wife that the encounter has lifted the burden of guilt he carried for years, believing he had committed murder. The story ends with a sense of relief and irony as the astrologer escapes the consequences of his past once again. ആൻ അസ്ട്രോളജേഴ്സ് ഡേ എന്ന ചെറുകഥയിൽ ഒരു സാധാരണ ജ്യോത്സ്യൻ്റെ ജീവിതത്തിൽ അസാധാരണമായ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് ജ്യോത്സ്യന്മാരെക്കുറിച്ച് അറിയാം. ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയെക്കുറിച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാവി ഇങ്ങനെ ആവും, നിങ്ങൾ ഇന്നതായി തീരും, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലായി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ജ്യോത്സ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥയിലെ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി ജ്യോത്സ്യം ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അസ്ട്രോണമിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ കഥയിലെ കഥാപാത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥാനായകൻ എന്ന് പറയുന്നത് ജീവിത സാഹചര്യം കൊണ്ട് ജ്യോത്സ്യൻ്റെ വേഷം അണിയേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരിൽ നിന്ന് പൈസയൊക്കെ തട്ടി മറ്റുള്ളവരുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ജീവിത സാഹചര്യം കൊണ്ട് കള്ളത്തരം കാണിച്ച് ജീവിക്കുന്ന ഒരു ജ്യോത്സ്യനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു തിരക്ക് ഉള്ള പാതയിലോ അല്ലെങ്കിൽ ടൗൺ ഹാളിൻ്റെ മുന്നിലോ, അത് എവിടെയാണോ ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൻ്റെ അടുത്തായിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് ചിലവഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥാപശ്ചാത്തലത്തിൽ അദ്ദേഹം ഇരിക്കുന്നത് ഒരു പുളിമര ചുവട്ടിലാണ്. അതുകൊണ്ടാണ് ടാമറിൻ ട്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടാമറിൻ ട്രീ എന്ന് പറഞ്ഞാൽ പുളിമരമാണ്. ഒരു യഥാർത്ഥ ജ്യോത്സ്യൻ എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് അപ്രകാരമാണ് അദ്ദേഹം ജനങ്ങളെ ആകർഷിക്കൊണ്ടിരുന്നത്. അതറിയാം, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവർ മുൻവിധിയോടുകൂടി പറയുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് അത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകുന്നത്. അതായത് നമുക്ക് ജ്യോത്സ്യന്മാരെയൊക്കെ അടുത്ത് പോയിട്ടുള്ളവരായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവർ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ കാണുകയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന
അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് അവർ നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കള്ള ജ്യോത്സ്യനും അല്ലെങ്കിൽ ഇദ്ദേഹവും ഈ പറയുന്ന രീതിയിൽ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ ആളുകളെ പറ്റിച്ച് ഈ പുളിമര ചുവട്ടിലിരുന്ന് ആളുകളെയൊക്കെ ആകർഷിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുക്കാൻ വേണ്ടി ജ്യോത്സ്യനെ പോലെ വസ്ത്രം ധരിക്കുകയും അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ പറയുന്ന പോലെ കാര്യങ്ങൾ പറയും. അത് ചടുലമായിട്ടുള്ള രീതിയിലുള്ള വർത്തമാനവും അതുപോലെ തന്നെ സംഭാഷണങ്ങളും എല്ലാമാണ് ഈ ജ്യോത്സ്യൻ അല്ലെങ്കിൽ കപട ജ്യോത്സ്യൻ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ ജ്യോത്സ്യത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം അതിൽ പോവുകയും ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് വരികയും തൻ്റെ ഭാവിയെക്കുറിച്ചും തൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുവാനും അതിനെക്കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേരാണ് ഗുരുനായിക് എന്ന് പറയുന്നത്, നമ്മുടെ ഈ കഥയിലെ രണ്ടാമത്തെ കഥാപാത്രം. അദ്ദേഹം നേരെ വരികയും ഇദ്ദേഹവുമായി സംസാരിക്കുകയും ഇദ്ദേഹവുമായി കുറച്ച് വാക്ക് തർക്കത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു. അതായത് നമുക്കറിയാം ജ്യോത്സ്യന്മാരെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് മറുപടി പറയാനൊന്നും അറിയാതെ വരും. അപ്പോൾ ആ രീതിയിൽ ഈ ജ്യോത്സ്യനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുനായിക് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇതിനിടയിൽ ഗുരുനായിക് ജ്യോത്സ്യനെ കടന്നു പിടിക്കുകയും നിങ്ങൾ യഥാർത്ഥ ജ്യോത്സ്യനാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതായത് ഗുരുനായിക്കിന് ചെറിയതായിട്ടൊരു സംശയം തോന്നി, ഇദ്ദേഹം ഒറിജിനലായിട്ടുള്ള ജ്യോത്സ്യനാണോ, അതായത് ഇദ്ദേഹം ജ്യോതിശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഒരു നല്ല രീതിയിലാണോ ഇതാണ് കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ഇദ്ദേഹത്തിനൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ആ ഡൗട്ട് തോന്നിയുകൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തെ കടന്നു പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, നിങ്ങളൊരു യഥാർത്ഥ ജ്യോത്സ്യനാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഗുരുനായിക്കിനെ പെട്ടെന്ന് ജ്യോത്സ്യൻ തിരിച്ചറിഞ്ഞു. അതായത് ഇദ്ദേഹം ഗുരുനായിക്കിനെ പെട്ടെന്ന് ജ്യോത്സ്യന് തിരിച്ചറിഞ്ഞു. അതായത് ഈ ഗുരുനായിക്കും ജ്യോത്സ്യനും തമ്മിൽ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു മുൻപരിചയം ഉള്ളതായിട്ട് നമ്മളെ ജ്യോത്സ്യന് പിടികിട്ടി. അപ്പം എന്താണ് ആ മുൻകാല പരിചയം? അപ്പം അതിലേക്കാണ് പിന്നെ നമ്മളെ കഥ കൊണ്ടുപോകുന്നത്. അതാണ് ആ മുൻകാല പരിചയം എന്ന് പറയുന്നത്. നമ്മുടെ ജ്യോത്സ്യൻ തട്ടിപ്പും അതുപോലെ തന്നെ വെട്ടിപ്പും കള്ളത്തരങ്ങളെല്ലാം കാണിച്ച് സ്വന്തം നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹവുമായി ഈ ഗുരുനായിക്കുമായിട്ട് ഒരു ദിവസം വഴക്കുണ്ടാക്കുകയും ഈ ഗുരുനായിക്കിനെ കൊല്ലാൻ ശ്രമിക്കുകയും ആ ഗുരുനായിക്ക് മരണപ്പെട്ടു എന്നൊരു വിശ്വാസത്തിലാണ് നമ്മുടെ ജ്യോത്സ്യൻ ആ നാട് വിടുകയും. അപ്പം നമ്മുടെ ജ്യോത്സ്യനെ ഓർക്കുന്നത് ഗുരുനായിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ സന്യാസിയായിട്ട് നടക്കുകയും അല്ലെങ്കിൽ ജ്യോത്സ്യനായി മാറുകയും ഇങ്ങനെ തട്ടിപ്പുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ താൻ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗുരുനായിക് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഗുരുനായിക്കാണെങ്കിൽ ഇദ്ദേഹം ഒരു കള്ള ജ്യോത്സ്യനാണെന്ന് പിടികൂടേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയുമാണ്. അപ്പോൾ നമ്മുടെ ജ്യോത്സ്യനൊരു ട്രിക്ക് ഉപയോഗിച്ചു. അതായത് ജ്യോത്സ്യന് ഗുരുനായിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം നേരത്തെ തൊട്ടേ ഗുരുനായിക്കിനെ അറിയാവുന്നതാണ്. അപ്പോൾ ഗുരുനായിക്കുമായിട്ട് നേരത്തെ തൊട്ടേ സൗഹൃദം അല്ലെങ്കിൽ നേരത്തെ തൊട്ടേ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ജ്യോത്സ്യൻ പറയുകയാണ്, താങ്കളെ ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു, താങ്കൾക്കിങ്ങനെ മുറിവുണ്ടായി, താങ്കൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ എന്നൊക്കെ ഇദ്ദേഹം ചോദിച്ചു. അപ്പം തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം എങ്ങനെയാണ് ഈ ജ്യോത്സ്യൻ അറിഞ്ഞത് എന്ന് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് എന്ന് അദ്ദേഹം ആശ്ചര്യച്ചു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഈ ജ്യോത്സ്യൻ ഒരു കള്ള ജ്യോത്സ്യനല്ല അല്ലെങ്കിൽ ഒരു കപട ജ്യോത്സ്യനല്ല, ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, മുൻവിധിയെല്ലാം അറിയാം, ഫ്യൂച്ചറിനെക്കുറിച്ച് ഭാവിയെക്കുറിച്ചൊക്കെ അറിയാം, എൻ്റെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജ്യോത്സ്യൻ ഗുരുനായിക്കിനോട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ജ്യോത്സ്യൻ പറഞ്ഞു ഗുരുനായിക്കിനോട്, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഈ പ്രദേശത്തോ ഈ സ്ഥലത്തോ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെന്തൊക്കെയോ ആപത്ത് വരും, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് ഓടിപ്പോകണം, ഒരിക്കലും ഈ നാട്ടിലേക്ക് വരരുതെന്നും പറഞ്ഞ് ജ്യോത്സ്യൻ ഗുരുനായിക്കിനോട് പറഞ്ഞു. ഗുരുനായിക്ക് ഇത് വിശ്വസിക്കുകയും ഗുരുനായിക്ക് ഈ ജ്യോത്സ്യനെ ഒരു യഥാർത്ഥ ജ്യോത്സ്യനായി കാണുകയും കുമ്പിടുകയും അദ്ദേഹത്തിന് വേണ്ട
പൈസ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേർച്ച കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ കാഴ്ചവെക്കുകയും ഈ ജ്യോത്സ്യൻ ഒരു മഹാസിദ്ധിയുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തു. താൻ പണ്ട് കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് ഗുരുനായക് എന്ന് ജ്യോത്സ്യൻ മനസ്സിലാക്കുകയും ഇത്രയും നാള് താൻ ഇതുകൊണ്ടാണല്ലോ പേടിച്ച് വിറച്ച് തൻ്റെ സ്വന്തം നാട് പോലും വിട്ട് ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്നത് എന്ന് ഓർത്ത് ജ്യോത്സ്യൻ ആശ്ചര്യപ്പെടുകയും അതുപോലെ തന്നെ ആ ഒരു സന്തോഷം മനസ്സിൽ വെക്കുകയും ചെയ്തു ഗുരുനായകൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഗുരുനായക് നമ്മുടെ ജ്യോത്സ്യന് കുറച്ച് കാഴ്ചകളൊക്കെ വെച്ച് പൈസയൊക്കെ കൊടുത്ത് സന്തോഷകരമായിട്ട് തൊഴുത് ദൈവത്തെ പോലെയൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ താൻ ഇത്രയും നാൾ തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന കുറ്റബോധം അല്ലെങ്കിൽ താൻ ഒരാളെ കൊന്നു എന്നുള്ളൊരു കുറ്റബോധത്തിൽ നടന്നുകൊണ്ടിരുന്ന ജ്യോത്സ്യന് പെട്ടെന്ന് ഒരു മോക്ഷം കിട്ടുകയും, അതായത് താൻ ആരെയും കൊന്നിട്ടില്ല അല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ടില്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സന്തോഷത്തിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും തൻ്റെ ഭാര്യയോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം വളരെ രസകരമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് അസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്ന ചെറുകഥ. യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ കാണുന്നതല്ല ആളുകൾ, അല്ലെങ്കിൽ ഒത്തിരിയധികം ആളുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കവർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് നിൽക്കുന്നു എന്നുള്ളൊരു മോറൽ തിങ് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആളുകളെ കാണേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു ചെറുകഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്നും കൂടി പാഠഭാഗം എല്ലാം വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ പാഠഭാഗം എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കൊടുത്തേക്കാം. എല്ലാവരും നന്നായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.